ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിബി ടു ഹോം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് സേമിയ വെച്ചിട്ട് നല്ലൊരു പുഡിങ്ങാണ്. ഗസ്റ്റൊക്കെ വരുമ്പോഴും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഈ പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കാമേ. സേമിയ പുഡിങ് തയ്യാറാക്കാനായിട്ട് 1 ലിറ്റർ പാൽ ഞാൻ ആദ്യം ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. പാലൊന്ന് തിളച്ച് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 3.5 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡിൻ്റെ പൗഡർ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഒരു 1/2 കപ്പ് പാൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. തിളപ്പിക്കാത്ത പാലാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. പാലൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാനും ആരും മടിക്കല്ലേ. തിളച്ച് കിട്ടിയ പാലിലേക്ക് ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള കസ്റ്റർഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റർഡിൻ്റെ ആ മിക്സ് ചേർക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 3/4 കപ്പോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഒരു തിക്കായിട്ടുള്ള നല്ലൊരു ചെറുതായിട്ട് ക്രീമി ആയിട്ട് തിക്കായിട്ടുള്ള ഒരു കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കസ്റ്റർഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിന്ന് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കിയിട്ടുണ്ട്. ബട്ടറിലാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നെയ്യോ മറ്റ് കുക്കിംഗ് ഓയിലോ ഉപയോഗിക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറെല്ലാം മൊത്തമേ അങ്ങ് മാറും. ബട്ടർ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയതിനു ശേഷം ഞാൻ സേമിയ ഒരു 200 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. നമ്മൾ കുനഫയൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ സേമിയ, കനം കുറഞ്ഞ സേമിയാണ് ഈ പുഡിങ് തയ്യാറാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ കളറാക്കി കിട്ടുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല ഇതിപ്പോൾ ലൈറ്റ് യെല്ലോയിഷ് കളറല്ലേ, നല്ലൊരു ഗോൾഡൻ കളറാക്കി കിട്ടണം. ഈ ഒരു പരുവത്തിൽ ഇപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ റോസ്റ്റ് ചെയ്ത് തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റോസ്റ്റാക്കി എടുത്ത് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് തിക്ക് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള കസ്റ്റർഡിൻ്റെ കുറച്ച് ഭാഗം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ആ കസ്റ്റർഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം നമുക്കിത് നല്ലതുപോലെ ഇതൊരു ബീറ്ററോ ഫോർക്കോ സ്പൂണോ വെച്ച് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ലൊരു തിക്കായി മാറി. ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കാനായിട്ടുള്ള ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സേമിയയ്ക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഷുഗർ സിറപ്പ് ചേർക്കുന്നില്ല. ഞാൻ ആ കസ്റ്റാർഡിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം ഒത്തിരി തിക്കല്ലാത്തത് കൊണ്ട് ആ കസ്റ്റാർഡിൻ്റെ മിക്സ് കൊണ്ട് നമുക്ക് സേമിയ കുറച്ചൊന്ന് സോഫ്റ്റാക്കി കിട്ടുന്നതാണ്. നല്ലതുപോലെ കസ്റ്റർഡ് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള കസ്റ്റർഡ് ചേർത്ത് ഒരു ലെയറായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബിസ്ക്കറ്റിൻ്റെ പൊടിയാണ്. ബിസ്ക്കറ്റ് ക്രംസ് അല്ല, ബിസ്ക്കറ്റിൻ്റെ പൊടിയായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം മിൽക്കി ബിസ്റ്റിൻ്റെ ബിസ്ക്കറ്റാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്കിപ്പോൾ ചോക്ലേറ്റിൻ്റെ ഏതെങ്കിലും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ മിൽക്ക് കണ്ടൻറ്റുള്ള സോൾട്ടായിട്ടുള്ള ബിസ്ക്കറ്റുകൾ ഉപയോഗിക്കാതെ, സോൾട്ട് അടങ്ങിയിട്ടുള്ള ബിസ്ക്കറ്റുകൾ ഉപയോഗിക്കാതെ ഇതുപോലെ മിൽക്കിൻ്റേതായ ബട്ടറും മിൽക്കും ഒക്കെയുള്ള ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതൊരു ലെയറായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഫോം ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ക്രീമും കസ്റ്റാർഡോടെ മിക്സ് ചെയ്തിട്ടുള്ള ആ തിക്ക് ക്രീം അതുകൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ആ ഒരു ലെയറായിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പിസ്ത പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു 4 മുതൽ 5 മണിക്കൂർ സമയം ഫ്രീസറിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. നമ്മുടെ നല്ലൊരു പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.